ഒരിക്കൽ കൂടി ഈ മഹാദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേലെ മുണ്ടക്കൈയിലേക്ക് നമുക്ക് തിരികെ പോകണം. നൊമ്പര കാഴ്ചകൾ തന്നെയാണ് അവിടെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നറിയാം. പക്ഷേ ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഘട്ടം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയേണ്ടതുണ്ട്. അനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ് മേലെ മുണ്ടക്കൈയിൽ നിന്ന്. അനൂപ്, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? കെട്ടിടങ്ങളുടെ മുകളിൽ അടിഞ്ഞു കിടക്കുന്ന മണ്ണ് മാറ്റി അതിൻ്റെ ഉള്ളിൽ മനുഷ്യരുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് മുന്നോട്ട് പോവുകയാണോ ഇപ്പോൾ എന്താണ് പറയാൻ പറ്റുന്നത്? മനു, ഈ തെരച്ചിൽ ഈ രീതിയിൽ ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും മനു സൂചിപ്പിച്ചതുപോലെ വീടുകൾക്ക് മുകൾ വശത്ത് മണ്ണടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അവിടെ ഉള്ള സ്ഥലങ്ങൾ, ആ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്താണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നത്. ഈ സ്ഥലത്ത് ദുരന്ത സമയത്ത് നിന്ന് ആ സമയത്ത് രക്ഷിക്കപ്പെട്ടവരെല്ലാം ക്യാമ്പുകളിലാണ്. അവരെല്ലാം ഇപ്പോൾ ചിലർ ഈ ദൗത്യ സംഘങ്ങളുടെ ഒരു അഭ്യർത്ഥന പ്രകാരം അവർ വന്ന് ഈ സ്ഥലങ്ങൾ മറ്റും അവർ രക്ഷാപ്രവർത്തകർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വീടുകൾ എവിടെയാണ് ഉണ്ടായിരുന്നത്, അകപ്പെട്ടു പോയിട്ടുള്ളവർ എവിടെയൊക്കെയാണ് നിന്നിട്ടുണ്ടാവുക എന്നുള്ളതെല്ലാം സംബന്ധിച്ച്. അതോടൊപ്പം ഈ ബന്ധുക്കൾ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ഥലത്ത് ഈ മുഴുവനായും ആളുകൾ നഷ്ടപ്പെട്ട വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരെയൊക്കെ അന്വേഷിച്ചിട്ട് ബന്ധുക്കൾ ഇവിടേക്ക് എത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാം. അവർ വന്ന് ഈ സ്ഥലത്ത് നിന്ന് അവരുടെ വീടും ഒക്കെ നോക്കിക്കാണുന്ന ഒരു സങ്കടകരമായ കാര്യം. ഇപ്പോൾ നമ്മൾ പണ്ടെല്ലാം ഇവിടെയൊക്കെ വന്ന് വാർത്തകളൊക്കെ എടുക്കുന്ന സമയത്ത് ഉള്ള ഒരുപാട് പരിചയക്കാരുണ്ടായിരുന്നു. ആ പരിചയക്കാരൊക്കെ ഇപ്പോൾ ആ ദുരന്ത സമയത്ത് നമ്മൾ പലരെയും വിളിച്ചു നോക്കുന്ന സമയത്തൊക്കെ അവരെയൊന്നും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഈ കാണാതായവരുടെ പട്ടികയിലുണ്ട് എന്നുള്ളതൊക്കെ നമ്മെ വ്യക്തിപരമായിട്ട് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ സജിയേട്ടൻ ഉണ്ട്. സജിയേട്ടൻ ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്താ? ഇങ്ങോട്ട് ഇപ്പോൾ വന്നിട്ട് ഇവിടെ ബന്ധുക്കളുണ്ട്? ഇല്ല, പള്ളി ഇതാണ്, പള്ളി കാണാൻ വേണ്ടി. ഇവിടെ ബന്ധുക്കൾ, കുടുംബമല്ല, പള്ളിയിലുള്ള നമ്മുടെ ഇവിടെ നിങ്ങളുടെ പള്ളിയായിരുന്നു? അതെ, നമ്മുടെ പള്ളിയിൽ വന്നിരുന്ന നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന പള്ളിയിൽ പങ്കെടുത്തിരുന്നവർ? അതെ, അവരില്ല, അവര് അതിൽ പെട്ടുപോയി. വീട് തൊട്ട് താഴെയില്ല? ഇല്ല, എൻ്റെ വീട് കുറച്ചപ്പുറം ചൂരൽമല. ആ സമയത്ത് എങ്ങനെയാണ് അറിഞ്ഞത്? ഏതാ, ഞങ്ങൾ രാത്രി അറിഞ്ഞു. കാരണം വെച്ചാൽ നമ്മളറിയുന്ന ഒരു ബന്ധുക്കാർ പുഴേൻ്റെ അവിടെ താമസിക്കുന്നത്, സ്കൂളിലുള്ള. അപ്പോൾ അവർ വിളിച്ചിങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് എന്നറിഞ്ഞു. അപ്പം ഞങ്ങൾ അവരെ പിന്നെ കുറേ പേരെ വിളിച്ചിട്ട് അന്വേഷിച്ചു. കുറേ പേരെ ഫോൺ കിട്ടി, കുറേ പേരെ ഫോൺ കിട്ടിയില്ല യാത്രയായത്. അതെ, ആ സമയത്ത് ഒരു പ്രത്യേക ഒരു അല്ല, അവസ്ഥ എന്ന് വെച്ചാൽ ഇത് പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ സ്മെല്ല് കിട്ടി. അതായത് മഞ്ഞൾ പുഴിഞ്ഞൊരു സ്മെല്ല് വന്ന് നമ്മൾ താമസിക്കുന്നതിൻ്റെ വീടിൻ്റെ അടുത്ത്. അല്ല, അത് കുറച്ച് നമ്മൾ 1 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷെ എന്നാലും ആ പൊട്ടിയതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ വൈഫ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഉരുള് പൊട്ടിയാലുള്ള സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് ഇത് അറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പ്രളയം പുത്തുമല ഉണ്ടായപ്പോൾ ഒരു സ്മെല്ല് പറഞ്ഞറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ വിളിച്ചന്വേഷിച്ച് നമ്മൾ ഇല്ല, അവരെ നമ്മളറിയുന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ ആദ്യം ഫോൺ കിട്ടി, പക്ഷെ ഫോൺ എടുത്തില്ല. പിന്നെ കുറവ് കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ അവരെ കിട്ടിയില്ല. പിന്നെ അവർ ഒഴുക്കിൽ പെട്ടെന്നാണ് അറിഞ്ഞത്. അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു, ഒരു വൈഫ് മാത്രം. ഈ രീതിയിൽ ഇപ്പോൾ സജിയേട്ടനൊക്കെ ഇവിടെ എത്തിയത് അവരൊക്കെ വരുന്ന ഒരു പള്ളിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു പള്ളിയാണ്. അവിടേക്ക് ആളുകൾ, അവരുടെ ഒപ്പം ഇവിടെ വന്നിരുന്ന ആളുകളാണ്. ഇതിൽ പലരെയും ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ അവരിവിടെ വന്ന് നോക്കുകയാണ്. ഇങ്ങനെ വരുന്ന ഈ തൊട്ട് സമീപത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. അതാണ് മനു ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ സജിയേട്ടൻ പറഞ്ഞ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ആ JCB ഒക്കെ ഉൾപ്പെടെ തെരച്ചിൽ നടത്തുന്നത്. അതിനിടയിൽ ആളുകൾ പെട്ടിട്ടുണ്ട് എന്നാണ് ഇവരിൽ നിന്നെല്ലാം രക്ഷാപ്രവർത്തകർ മനസ്സിലാക്കുന്ന കാര്യം, തെരച്ചിൽ നടത്തുന്നവർ മനസ്സിലാക്കുന്ന കാര്യം. ഏതായാലും ഇപ്പോൾ പ്രധാനമായി 2 JCBകൾ മണ്ണ് മാറ്റുന്നത് 2 വീടുകൾ
ഒന്ന് ചേർന്ന് വന്ന് മണ്ണിനടിയിൽ പോയ സ്ഥലമാണ്. അവിടെയാണ് നമ്മളെ നേരത്തെ മോഹനേട്ടൻ എന്ന് പറയുന്ന ആളുടെ ജ്യേഷ്ഠനും സുദേവൻ എന്ന് പറയുന്ന ആളുടെ അനിയനും കുടുംബവും ഒക്കെ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണത്. അവർ രാവിലെ മുതൽ തന്നെ മോഹനേട്ടനൊക്കെ അവിടെ വന്ന് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു വിവരം ഇവരെക്കുറിച്ച് ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ ആയി. അവർ നൽകുന്ന വിവരപ്രകാരമാണ് അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നവർ ആ സ്ഥലം മനസ്സിലാക്കി അവർ തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് എങ്കിലും ഇതുവരെയും ഇവിടെ നിന്ന് ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചൂരൽമലയിൽ നിന്ന് ഇതിനിടെ മൃതദേഹങ്ങൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ മുണ്ടക്കയിൽ നടത്തുന്ന തെരച്ചിലിൽ ഈ വലിയ തോതിൽ അടിഞ്ഞ മണ്ണ് പൂർണ്ണമായി മാറ്റിക്കൊണ്ട് നടത്തുന്ന തെരച്ചിലിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ കാര്യം. ഇവിടെ നിന്ന് 3 മൃതദേഹങ്ങൾ നേരത്തെ ലഭിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേർ ഇവിടെ അകപ്പെട്ടേക്കാം എന്നൊരു സംശയം ഉണ്ടാവുകയും പരിശോധനകൾ നടത്തുന്നത്. ഈ വെള്ളം ഇപ്പോൾ ആ JCB നിൽക്കുന്ന സ്ഥലത്തേക്കൊന്നും ഒരിക്കലും ഈ വെള്ളം മലവെള്ളപ്പാച്ചിലെത്തുന്നു ആരും ഇവിടെയുള്ളവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് നേരെ എതിർവശമുള്ള ഒരു കുന്നുപോലെയുള്ള സ്ഥലം കണ്ട് ആ സ്ഥലത്ത് മലവെള്ളം ഇടിച്ച് കയറി വരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് നിന്ന് വലതുവശത്ത് കാണുന്ന ആ ഒരു ഇടിഞ്ഞ സ്ഥലമില്ലേ, അവിടേക്കാണ് മുകളിൽ നിന്ന് വെള്ളം കുത്തിയൊഴിച്ച് വന്നത്. അവിടെ ഒരു തടസ്സം ആ മലവെള്ളപ്പാച്ചിലിന് നേരിട്ടു. അതാണ് ഈ മുണ്ടക്കൈ ഈ സ്ഥലത്തേക്ക് വീടുകളുള്ള ഭാഗത്തേക്ക് വെള്ളം ഇഴച്ചെത്താൻ കാരണം. പിന്നീട് അത് വീണ്ടും താഴേക്ക് തന്നെ ഒഴുകിപ്പോയി. അതിനകം തന്നെ ഈ മേഖലയിലെ നിരവധിയായ വീടുകളൊക്കെ അതിനൊപ്പം നാമാവശേഷമായി മാറുകയും ചെയ്തു. ഏതായാലും അതാണ് ഇവിടുത്തെ സാഹചര്യം. ഇപ്പോൾ പ്രധാനമായും ഈ തിരച്ചിൽ നടക്കുമ്പോൾ ശക്തമായൊരു മഴയുടെ സാഹചര്യം കൂടി ഈ മുണ്ടക്കൈ മേഖലയിലുണ്ട്.